ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർത്തവാവാണ്, വെള്ളിയാഴ്ച ദിവസവുമാണ്. അതുകൊണ്ട് തന്നെ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് ഈ ദിവസം വലിയ ഉത്തമമാണ്. അമാവാസി, പൗർണമി, പഞ്ചമി മുതലായ ദിവസങ്ങളിലൊക്കെ വരാഹി ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം, എങ്കിലും ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുപോലെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മഹാലക്ഷ്മിയെയും ഈ ദിവസം അവർ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ പിതൃക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ ഈ ദിവസം വളരെ ഉത്തമമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പൂർവികരോട് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു പോയി, നമ്മൾ അതിനൊരു ക്ഷമയൊന്നും പറയുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ മരിച്ചുപോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ പലരുടെയും മനസ്സിൽ കാണുമായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ അമാവാസി ദിവസം അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതായത് അവർക്ക് എന്തെങ്കിലും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക, ചോറും എള്ളും കൂടൊക്കെ ചേർത്തിട്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക. അതല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അവരെ സമർപ്പിച്ച്, അവരെ മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് വിളക്കിൻ്റെ മുമ്പിൽ വെക്കാം. നോൺ വെജ് ഒന്നും വെക്കരുത്, അവർക്കത് ഇഷ്ടമാണെന്നും പറഞ്ഞ്. വെജിറ്റേറിയൻ, അതായത് ചിലപ്പോൾ ചിലർക്ക് ഉണ്ണിയപ്പം ഇഷ്ടമായിരിക്കാം, അതല്ലെങ്കിൽ അട ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ മരിച്ചുപോയവരെ മനസ്സിൽ വിചാരിച്ച് പൊതുവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് അടയുണ്ടാക്കി, അട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അരിയും ശർക്കരയും തേങ്ങയും ഒക്കെ വാഴയിലയിൽ, അതല്ലെങ്കിൽ നമുക്ക് ഈ ഞങ്ങളുടെ നാട്ടിൽ കറുകയില അല്ലെങ്കിൽ വഴനയില എന്ന് പറയും. എല്ലാവർക്കും അറിയാമായിരിക്കും വഴനയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. അതിലൊക്കെ അപ്പം ഉണ്ടാക്കി വെക്കും വാവിന്. അപ്പോൾ കറുത്ത വാവിന് ഈ ദിവസം നമുക്ക് അങ്ങനെ അവരെ സമർപ്പിച്ച് നമുക്ക് വെക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ എന്തെങ്കിലും മനസ്സിന് ദുഃഖമുള്ളവർക്ക്, അതല്ല മരിച്ചു പോയവരെ ഓർത്ത് നമുക്കൊരു ദുഃഖമൊന്നും ഇല്ലെങ്കിൽ പോലും അവരെ ഓർത്ത് നമുക്കത് ചെയ്യാം. അതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഈ കാലസർപ്പദോഷം അനുഭവിക്കുന്ന ആളുകൾ ഈ അമാവാസി ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ്. നാഗദൈവങ്ങൾക്ക് പൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ശിവക്ഷേത്ര ദർശനമാണെങ്കിലും ഒന്നുകൂടെ കാലസർപ്പദോഷത്തിന് നമ്മൾ നാഗദൈവങ്ങളുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പോലെ തന്നെ അത്രയും തന്നെ പ്രാധാന്യമാണ് ശിവക്ഷേത്ര ദർശനത്തിന് പോകുന്നതും അവിടെ വേണ്ട വഴിപാടുകളൊക്കെ നടത്തുന്നതും. ധാര വളരെ വിശേഷമാണ് ഭഗവാന്, അതൊക്കെ ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വിഷമങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഈ അമാവാസി ദിവസം. അതല്ലെങ്കിൽ നമുക്കിപ്പം ചില ക്ഷേത്രങ്ങളിൽ പിതൃഹോമങ്ങൾക്ക് അല്ലെങ്കിൽ പിതൃവഴിപാടുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റും, ദിവസവും കൊടുക്കാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അടുത്ത് ഏതെങ്കിലും ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നല്ലതാണ്. ഇനി അതൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത്, വൈകുന്നേരം എന്തെങ്കിലും അടയുണ്ടാക്കി വെക്കുന്നതൊക്കെ നല്ലതാണ്. ഇതൊന്നും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കുകയെങ്കിലും നമുക്ക് അവരെ ഓർത്ത്, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ, അവർ കുറ്റബോധം വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ നല്ലതാണ്. പലർക്കും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കാണുമായിരിക്കാം. അതല്ലെങ്കിൽ അന്നത്തെ പ്രാർത്ഥനയുടെ സമയത്ത് അവരെ ഓർക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അതുപോലെ വരാഹി അമ്മയെ പ്രാർത്ഥിക്കണം എല്ലാവരും. വരാഹി അമ്മയെ പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു 8 മണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരാഹി അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം ഒരു വിളക്ക് കത്തിക്കുക. ഞാൻ ഇതിനു മുമ്പ് ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വരാഹി അമ്മൻ ആരാണ്? ഭഗവാന്റെ വരാഹ രൂപത്തിലുള്ള ഭഗവാന്റെ സ്ത്രീ രൂപമാണ് വരാഹി ദേവി. അതുപോലെ തന്നെ ലളിതാ ത്രിപുര സുന്ദരിയുടെ സൈന്യാധിപയായിരുന്നു വരാഹി ദേവി. ലളിതാ സഹസ്രനാമത്തിൽ പല ഭാഗങ്ങളിലും ദണ്ഡനാഥ അങ്ങനെയൊക്കെ പറഞ്ഞ പഞ്ചമി, ഇതെല്ലാം ഇങ്ങനെയെല്ലാം പറയുന്നതെല്ലാം വരാഹി ദേവിയെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ സർവ ഐശ്വര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്ന ദേവിയാണ് വരാഹി ദേവി. ക്ഷിപ്രപ്രസാദിനിയാണ്, ക്ഷിപ്രകോപിനിയുമാണ്. അതുകൊണ്ട് തന്നെ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അതായത് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കടങ്ങളൊക്കെ ഉണ്ട്, അത് മാറണം, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, രോഗങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് സാധിച്ചു തരും.
സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പ്രാർത്ഥിക്കാവൂ. പക്ഷേ ഉറപ്പാണ്, 100% ഉറപ്പാണ്, നമ്മളൊരു 21 ദിവസം ദേവിക്ക് വിളക്ക് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുവാണെങ്കിൽ അത്രയൊന്നും പോകണ്ട. അതിനു മുമ്പ് തന്നെ ഒരു 6, 7, ഒരു 10-നുള്ളിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. പിന്നെ നമ്മളങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, തീർച്ചയായിട്ടും അതിനുള്ള ഫലം ദേവി തന്നിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ പഞ്ചമി ദിവസങ്ങളിലും, വെളുത്തവാവ് ദിവസങ്ങൾ, പൗർണമി ദിവസങ്ങളിലും, അതുപോലെ അമാവാസി ദിവസങ്ങളിലുമൊക്കെ പ്രത്യേകം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് മധുരക്കിഴങ്ങ്, പഴം, അതുപോലെ തന്നെ മാതള നാരങ്ങ, കരിമ്പ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വളരെ നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പമൊക്കെ ഉണ്ടെങ്കിൽ, നീല ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ ദേവിക്ക് വളരെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അർച്ചന ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ദേവിക്ക് ഉപയോഗിക്കാം. തുളസിയില നല്ലതാണ്, കാരണം ഭഗവാന്റെ രൂപം തന്നെയാണ് ദേവിക്കും. ശിവഭക്തരും ദേവീഭക്തരും വിഷ്ണു ഭക്തരും ഒരുപോലെ ആരാധിക്കുന്ന രാത്രിയുടെ ദേവതയാണ് വരാഹി ദേവി. ഒരുപാട് മാന്ത്രികന്മാർ ഈ ദേവിയെ അവരുടെ ആ രൂപത്തിൽ, വാർത്താളി എന്ന രൂപത്തിലും താന്ത്രിക ലക്ഷ്മി എന്ന രൂപത്തിലുമൊക്കെ ആരാധിക്കുന്നുണ്ട്. നമുക്ക് ഒരു 8 മണിക്ക് ശേഷം ദേവിയെ പ്രാർത്ഥിക്കാം. ഇനി വിളക്കൊന്നും കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവർ ഒരു 8 മണിക്ക് ശേഷം നമ്മുടെ ജോലി സ്ഥലത്തോ അതല്ലെങ്കിൽ എവിടെയാണോ ഇരുന്നു കൊണ്ട് നമുക്ക് ഓം വജ്രവരാഹിയേ നമ എന്ന് 21 തവണ, അല്ലെങ്കിൽ 7 തവണ, അല്ലെങ്കിൽ 9 തവണ, അല്ലെങ്കിൽ 108 തവണ ജപിക്കാം. ഓം വജ്രവരാഹിയേ നമ. അത് സാമ്പത്തികപരമായ പ്രതിസന്ധികളൊക്കെ മാറ്റുന്നതിന് ഈ നാമം സഹായിക്കും. നേപ്പാളിലുള്ള ആളുകൾ, അതായത് ബുദ്ധമതസ്ഥർ വരാഹി ദേവിയെ ആരാധിക്കാറുണ്ട്. അവർ വജ്രവരാഹിയായിട്ടാണ് ആരാധിക്കുന്നത്. സാമ്പത്തികമായ പ്രതിസന്ധികളെല്ലാം മാറ്റുന്നതിന് വജ്രവരാഹി ആരാധിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഓം വജ്രവരാഹിയെ നമയെന്ന് നമുക്ക് 9, 21, 108 ഇങ്ങനെയുള്ള എണ്ണങ്ങളിൽ ജപിക്കുന്നത് വളരെ നല്ലതാണ്. 108 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കറിയാവുന്ന നാമങ്ങളൊക്കെ ജപിക്കാം. ഓം വജ്രഘോഷം എന്ന് പറയുന്ന നാമം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അതും വളരെ നല്ലതാണ്. നമുക്ക് പെട്ടെന്നൊരു പ്രതിസന്ധി വരുന്നു, പെട്ടെന്ന് നമുക്കൊരു ഭയം വരുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആശങ്കയിൽ നിൽക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ നാമം ജപിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പ്രശ്നങ്ങളെല്ലാം മാറി ഒരു പരിഹാരമുണ്ടായതായിട്ട് ഒരുപാട് അനുഭവസ്ഥർ പറയുന്നുണ്ട്. കുറേയൊക്കെ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഈ വരാഹി ദേവിയുടെ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പേട്ട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ആനേറ പോകുന്ന വഴിയാണ് വരാഹി ദേവിയുടെ ക്ഷേത്രം. വളരെ വിശേഷമാണ്, വലിയ തിരക്കാണ്. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചപ്പം അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് അവർ കരയുകയാണ്. അത്ഭുതമാണ് അത് കേൾക്കുമ്പോൾ. ഇത്രയും ശക്തിശാലിയാണോ ഭഗവതി എന്ന് എനിക്ക് ആ ക്ഷേത്രത്തിൽ നിന്നപ്പോൾ തോന്നിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു പ്രാർത്ഥന സത്യമായിട്ടുണ്ട്. അത്ഭുതമാണ് എനിക്കത് ഓർക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളൊക്കെ ഞാനും വരാഹി ദേവിയെ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത, അതായത് അമാവാസിയാണ്. ആ അമാവാസി ദിവസത്തെ പ്രത്യേകത അനുസരിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതൃക്കളെയൊക്കെ ഓർക്കാം. അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ കൂടെ അവരെ ഉൾപ്പെടുത്താം. കാലസർപ്പദോഷമൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഇന്നത്തെ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ ശിവസഹസ്രനാമങ്ങളോ ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമോ ഒക്കെ നമ്മുടെ ഈ ഒരു പ്രാർത്ഥന മുമ്പിൽ വെച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതുപോലെ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാം, ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കാം. 8 മണിക്ക് ശേഷം, രാത്രി 8 മണിക്ക് ശേഷം വരാഹി ദേവിയെ പ്രാർത്ഥിക്കാം. വീണ്ടും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ കിടക്കാൻ പോകുന്നതിന് മുമ്പെങ്കിലും ഓം വജ്രവരാഹിയേ നമ എന്ന് 108 തവണ ജപിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഫലം നൽകുകയുള്ളൂ എന്ന് വിശ്വസിച്ച്, ഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.